രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ ഏത് വഴിക്ക് ഏറ്റെടുക്കണം, അതിനെ എങ്ങനെയൊക്കെ ഭൗതിക ശക്തിയായി കൺവേർട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് നല്ല ആശയക്കുഴപ്പമുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയോട് നമ്മൾ എങ്ങനെ പോരാടണം എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് ആശയക്കുഴപ്പമുണ്ട്. മോദിയെ ചൗക്കീദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ കൂടെ വിളിക്കണോ എന്ന കാര്യത്തിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ട്. അത് കൂടെ പലരും വിളിച്ചില്ലല്ലോ, പല മുതിർന്ന നേതാക്കളും അതിൽ നിന്ന് മാറിയുന്നു. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അതിജീവിക്കണമെങ്കിൽ ഇപ്പോൾ അവർക്കൊരു കാര്യമായി എല്ലാ നേതാക്കൾക്കും ഒരുപോലെ മനസ്സിലാവണം. ബാക്കിയുള്ളവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ മത്സരിക്കുന്നത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് സാധ്യത വേണമെങ്കിൽ നമ്മൾ സമരം ചെയ്യണം. ആ സമരമുന്നണിയാക്കി മാറ്റാൻ കോൺഗ്രസിനെ, ഇപ്പോൾ ജോഡോ യാത്രയൊക്കെ നടന്നില്ല, അതുപോലെ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റാൻ അവർക്ക് കഴിയണം. നോക്കൂ, സമരങ്ങളില്ലാത്തതിൻ്റെ വലിയ തോതിലുള്ള ആനുകൂല്യം അനുഭവിച്ച് വളരുന്ന ഒരു പാർട്ടിയാണ് ഇവിടെയുള്ള, ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. ഗ്യാസിൻ്റെ വില കൂട്ടാം, ആരും ഇവിടെ സമരം ചെയ്യില്ല. പെട്രോളിൻ്റെ വില കൂട്ടാം, ആരും ഇവിടെ സമരം ചെയ്യില്ല. ആളുകളെ പിടിച്ച് ജയിലിലിടാം, ആരും ഇവിടെ സമരം ചെയ്യില്ല. ഏതിനെയും അടിച്ചമർത്താം, സമരം ചെയ്യില്ല. അക്കാഡമിഷ്യന്മാരെയും അധ്യാപകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ പിടിച്ച് UAPA ചുമത്തി അകത്തിടാം. കരിനിയമങ്ങൾ ഉണ്ടാക്കാം. UAPAക്ക് പല്ലും നഖവും കൊടുക്കുന്ന കൂടുതൽ വിചിത്രവും ഭീകരവുമായ നിയമം ഉണ്ടാക്കാം. ഫെഡറലിസത്തിന് മേലെ കുതിര കയറാം. ഒരു സമരവും ഉണ്ടാവില്ല എന്ന ഓവർ കോൺഫിഡൻസ് ഈ സർക്കാരിനുണ്ട്. സമരം ഉണ്ടായതിൻ്റെ ചരിത്രം എടുക്കണം. കർഷക സമരം, കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വർഷക്കാലത്തിലധികം നീണ്ട സമരത്തിന് മുമ്പിൽ ഈ സർക്കാർ മുട്ടുകുത്തിയിട്ടുണ്ട്. കാരണം സമരത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഭരണകൂടത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ കഴിയില്ല. അതുമാത്രമാണ് ആശ്രയം. അല്ലാതെ കോടതിയിൽ പോയി പരിഹാരം ഉണ്ടാക്കാം, വാർത്താ സമ്മേളനങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാർത്താ സമ്മേളനങ്ങളും എല്ലാം ഒരു സമരധാര രൂപീകരിക്കാനുള്ള വഴികൾ മാത്രമായിരിക്കണം. ആത്യന്തികമായ മാർഗം എന്ന് പറയുന്നത് സമരമാണ്. അതിലേക്ക് മുഴുവൻ പേരെയും കൊണ്ടുവരിക എന്നാണ് പ്രധാനം. ഇപ്പം ധാർമ്മികതയുടെ പേരിലുള്ള പ്രസംഗത്തിലൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ഈ ക്രൈം ചെയ്ത ആളുകൾ അങ്ങനെ ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അവർക്കറിയാം നമ്മൾ കുറച്ച് കള്ളവോട്ട് നേടിയിട്ടുണ്ടെന്ന്. അതിൽ അവർക്കൊരു ധാർമ്മിക പ്രശ്നവും കുറ്റബോധവും ഇല്ല. ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ നമ്മുടെ ആളുകളെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കറിയാം. കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്, അവർക്കറിയാം. അതിലൊന്നും അവർ പ്രത്യയശാസ്ത്രപരമായി തന്നെ റേപ്പും കൊലപാതകങ്ങളും ഒക്കെ ധർമ്മമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട്. നമ്മൾ കുറച്ച് അന്യായം ചെയ്തിട്ടുണ്ട്. ഏത് അന്യായം ചെയ്താലും, ഏത് വെറുപ്പ് പടർത്തിയാലും, ഇനിയിപ്പം സ്വന്തം കുട്ടികളെ കൊല്ലുന്ന, ടാങ്കിൽ വിഷം കലർത്തി സ്വന്തം കുട്ടികളെ കൊന്നാലും വേണ്ടില്ല അപ്പുറത്തെ മുസ്ലിം അധ്യാപകന് പണി കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്താധാരയുടെ ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ധാർമ്മിക ബോധത്തെ ഉലയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിനിപ്പുറത്ത് നിൽക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ച് കൺസേണുള്ള വലിയ വിഭാഗം മനുഷ്യരുണ്ട്. അവരെ ആകെ അണിനിരക്കുക. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പവർ. ആര് നാളെ അധികാരത്തിലിരിക്കണം, അധികാരത്തിലിരിക്കുന്ന ആൾ കുഴപ്പമാണെങ്കിൽ അയാളെ പിടിച്ചിറക്കി വിടാനും നിലനിർത്താനുമുള്ള പവർ ജനം എന്ന പേരിൽ എൻ്റെ കയ്യിലാണുള്ളത് എന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ പവറല്ലേ. ജനം എന്നൊക്കെയുള്ള പൗരൻ എന്താണ് ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊക്കെയുള്ള നമ്മുടെ പവർ എന്താണ്? ആര് ജയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ആര് അധികാരത്തിൽ തുടരണമെന്ന് തീരുമാനിക്കാം, ആര് തുടരേണ്ട എന്ന് തീരുമാനിക്കാം. ആ പവർ എടുത്തു കളയപ്പെടുന്നുള്ള ആക്ഷേപമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാർക്കും കൺസേൺ ഉണ്ടാവും. അവരെ എല്ലാം ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക സമരത്തിൻ്റെ ഭാഗം. സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. തെരുവുകളെ നിറയ്ക്കുന്ന സമരങ്ങൾ രാജ്യമെമ്പാടും സൃഷ്ടിക്കാനും ഇതിനെതിരായിട്ട് ഒരു വലിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാനും കഴിയണം. അതിനെല്ലാ കക്ഷികളെ ഉൾപ്പെടുത്തണം. ഏതെല്ലാം വലിയ കക്ഷികളുണ്ട് കേരളത്തിൽ നോക്കിയാൽ ഇപ്പോൾ CPIM ഉണ്ട്, ഇവിടെ കോൺഗ്രസ് ഉണ്ട്, തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ DMK ഉണ്ട്, TMC ഉണ്ട്, RJD ഉണ്ട്. ഏതെല്ലാം വലിയ വലിയ കക്ഷികളുണ്ട്. ഈ കക്ഷികളെ എല്ലാം കൂടി SP ഉണ്ട് സമന്വയിപ്പിച്ചാൽ ഇന്ത്യയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ കഴിയും. അതിന് സാധ്യമായ ഇടപെടൽ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ കഴിയട്ടെ. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ, ഈ വഴിയിൽ ഒരു നിർണായകമായ സ്റ്റെപ്പ് മറികടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.